ഓക്കെ. ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് സെഡിമെൻറ്റ് വെസൽ ഫിൽറ്റർ ഇൻസ്റ്റാളേഷനാണ്. നമ്മൾ സെഡിമെൻറ്റ് വെസൽ ഫിൽറ്റർ ഇൻസ്റ്റാളേഷന് ആയിട്ട് ഉപയോഗിക്കുന്നത് 1354 എന്ന് പറയുന്ന വെസലാണ്. ഇതാണ് 1354 വെസൽ. പെൻഡെയറിൻ്റെ 1354 എന്ന് പറയുന്ന മോഡലാണിത്. ഇത് 1354 എന്ന് പറയുമ്പോൾ 13 ഇഞ്ച് ഇതിൻ്റെ ഡയമീറ്ററും അതേപോലെ തന്നെ 54 ഇഞ്ച് ഇതിൻ്റെ ഹൈറ്റുമാണ് വരിക. ഇതാണ് 1354 എന്ന് പറയുന്ന മോഡൽ. നമ്മളിതിൽ ഉപയോഗിക്കുന്ന കുറച്ച് മീഡിയംസ് ആണ് ഈ മുകളിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെഡിമെൻറ്റ് വെസൽ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലുള്ള ചെളി, കലക്കൽ, അതേപോലെ തന്നെ വെള്ളത്തിലുള്ള സ്മെല്ല് കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെഡിമെൻറ്റ് വെസൽ ഉപയോഗിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ എക്സ്പ്ലനേഷനും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് സൈറ്റിൽ പോയിട്ട് കാണാം. അപ്പോൾ നമുക്ക് സൈറ്റിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സൈറ്റിലെത്തിക്കഴിഞ്ഞു. നമ്മൾ ഈ ഒരു സ്പോട്ടിലാണ് സെഡിമെൻറ്റ് വെസൽ വയ്ക്കുമ്പോൾ അതിൻ്റെ അടിഭാഗം പ്ലെയിനായിട്ട് ഇരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കണം. പെൻഡെയറിൻ്റെ വെസലാണ് നമ്മളിവിടെ ഉപയോഗിക്കണേ. 1354 വെസലാണ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിറയ്ക്കുന്ന മീഡിയംസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഈ കാണുന്നതാണ് സൈലക്സ്. ഇതിൻ്റെ അത്യാവശ്യം ഇത്തിരികൂടിയും തിക്നെസ്, ഇതൊരു വലിപ്പം ഇതിന് ഇത്തിരികൂടിയും കൂടുതലാണ്. സൈലക്സ് ആണ് നമ്മൾ ആദ്യം നിറയ്ക്കുക. അതിനുശേഷം പിന്നീട് നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ആഡ് ചെയ്യുന്നതാണ് ക്വാർട്സ് സാൻഡ് എന്ന് പറയുന്നത്. ഇത് ഇത്രയും കൂടിയും വലിപ്പം ഇത്രയും കൂടിയും കുറവാണ്. സൈലക്സിനെ അപേക്ഷിച്ച് വലിപ്പം നന്നേ കുറവാണ്. അടുത്തതാണ് നമ്മൾ ഫൈൻ സാൻഡായിട്ട് ഉപയോഗിക്കണേ. ഇത് നമ്മൾ ഏറ്റവും ഫൈനായിട്ട്, അത്രയും ഫൈനായിട്ടുള്ള സാൻഡാണ് ഫൈൻ സാൻഡ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആക്ടിവേറ്റഡ് കാർബൺ. ഇത് ഏറ്റവും ക്വാളിറ്റി കൂടിയിട്ടുള്ള കാർബണാണ് ആക്ടിവേറ്റഡ് കാർബൺ. ഇതാണ് നമ്മളിതിൽ ഉപയോഗിക്കുന്നത്. ഈ ഐറ്റംസാണ് നമ്മൾ ഈ ഒരു സെഡിമെൻറ്റ് വെസലിൽ ഉപയോഗിക്കുന്ന മെയിനായിട്ടുള്ള മീഡിയംസ്. ഇനി നമ്മളിതിൽ ഉപയോഗിക്കുന്നത് മൾട്ടിപോർട്ട് വാൽവ്, ഇനീഷ്യേറ്റീവിൻ്റെ തന്നെ മൾട്ടിപോർട്ട് വാൽവാണ് നമ്മളിതിൻ്റെ ഒപ്പം തന്നെ ഉപയോഗിക്കുക. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഇവിടുത്തെ മൾട്ടിപോർട്ട് വാൽവ് ഇനീഷ്യേറ്റീവിൻ്റെ. ഇതിൽ 3 ആക്ഷനാണ് ഇതിലുണ്ടാവുക: ഫിൽറ്റർ, റിൻസ്, ബാക്ക് വാഷ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ലാസ്റ്റിൽ നോക്കാം. നമ്മളിവിടെ ഫിൽട്രേഷനിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈപ്പ് കട്ടിയാണ്. ചേട്ടാ, അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ചെളി ഒന്ന് നമുക്കൊന്ന് നോക്കിയാൽ മനസ്സിലാവും. ഏകദേശം മുമ്പ് ഇത്രമാത്രം ചെളി അതിനുള്ളിലുണ്ടായിരുന്നു. നല്ല ചെളിയുണ്ട്. നമ്മൾ ഇതിലുള്ള മീഡിയംസ് കൃത്യമായിട്ട് ലെയറായിട്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്വാർട്സ് സാൻഡാണ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ വെസൽ ഫിൽട്രേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ബാക്ക് വാഷ് എന്നുള്ള ഓപ്ഷൻ ഇട്ടോക്കാണ്. കാരണം നമ്മൾ ഫസ്റ്റ് ഫിൽട്രേഷൻ ചെയ്യുമ്പോൾ ബാക്ക് വാഷ് ഓപ്ഷനിലിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള മീഡിയത്തിലുള്ള ചെളിയും കാര്യങ്ങളൊക്കെ നമ്മൾ കളയേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ലിവർ നമ്മൾ ബാക്ക് വാഷ് എന്നുള്ള ഓപ്ഷനിലേക്ക് മാറ്റി അങ്ങനെ നമ്മൾ ബാക്ക് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ ഉള്ളിലുള്ള കരിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ബാക്ക് വാഷിലൂടെ പുറത്തേക്ക് പോകണേ. ഇതൊരു മീഡിയത്തിൻ്റെ കരിയും കാര്യങ്ങളും കൂടി ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. കാർബണൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു കരിയും കാര്യങ്ങളും ഉണ്ടാവും. ഒപ്പം തന്നെ വെള്ളത്തിൻ്റെ കലക്കലും കാര്യങ്ങളും ഇതിൻ്റെ ഒപ്പം തന്നെ പോകുന്നുണ്ടാവും. ബാക്ക് വാഷിൽ നിന്ന് നമ്മൾ ആ ചെളി കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അതിൻ്റെ ഓപ്ഷൻ മാറ്റി ഫിൽറ്ററിലേക്ക് ഇട്ടിട്ട് നമുക്ക് സാധാരണ പോലെ ഉപയോഗിച്ച് തുടങ്ങാം. നമ്മൾ ഇപ്പോൾ നമ്മളുടെ വെസലിൻ്റെ ഫിൽട്രേഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഗ്ലാസ്സിലത്തെ വെള്ളമാണ് ഒരു കളർ, ചെറിയൊരു ലൈറ്റ് യെല്ലോയിഷ് കളറുണ്ട്. നമുക്ക് ഇത്ര നേരിട്ട് കാണുമ്പോൾ ഇത്രയും കൂടിയും ആ ഒരു കളർ നമുക്ക് ഫീൽ ചെയ്യും. തൊട്ടപ്പുറത്തുള്ളത് നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ ആ വെള്ളത്തിന് ഇത്രയും കൂടിയും നന്നായിട്ട് തന്നെ ആ ഒരു ഫിൽട്രേഷൻ നടന്നിട്ടുണ്ട്. അതിൻ്റെ ആ യെല്ലോയിഷ് കളർ അതിൽ നിന്ന് മാറി ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറായിട്ട് നമുക്കത് പ്യൂരിഫൈ ചെയ്യാനായിട്ട്, ഫിൽറ്റർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ വെസൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. സെഡിമെൻറ്റ് വെസലാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. അവിടുത്തെ ഒരു ഇഷ്യൂ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ ഒരു കളർ ഷെയ്ഡായിരുന്നു, ഒരു യെല്ലോ കളർ, ഒരു ചെളിയുടെ ഒരു കളറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് കളർ നമ്മൾ കൃത്യമായിട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്.
നമ്മൾ സെഡിമെൻറ്റ് വെസൽ ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേക ഉപയോഗം എന്ന് പറയുന്നത് വെള്ളത്തിലുള്ള ചെളി, കലക്കൽ, സ്മെല്ല് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെഡിമെൻറ്റ് വെസൽ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ബന്ധപ്പെട്ടുള്ള എന്ത് സംശയങ്ങൾക്കും നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് കൺസൾട്ടേഷൻ ഉണ്ട്. വെള്ളത്തിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഫിൽറ്റർ ആണെങ്കിലും വെസലാണെങ്കിലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുക. നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കൺസൾട്ടേഷൻ ടീമുണ്ട്. വെള്ളത്തിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസോ വെള്ളവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.